ഹായ് ഫ്രണ്ട്സ്, ടോൺ വീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നഹാൻ എന്ന് പറഞ്ഞ ഹിമാചൽ പ്രദേശിലെ ഒരു സ്ഥലത്താണ് ഇന്നലെ രാത്രി ഞാൻ റൂമെടുത്ത് കൂടിയത്. അവിടെ നിന്ന് ഇന്ന് രാവിലെ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയ്ക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നഹാനിലുള്ള ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചതാണ്. ഇവിടെ പെട്രോളിന് വെറും 95 രൂപ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ 106 രൂപ ആണ്. അപ്പോൾ ആ വില വ്യത്യാസം 10 രൂപ 11 രൂപയോളം വില വ്യത്യാസമുണ്ട്. നമുക്ക് കൊച്ചിൻ റിഫൈനറിയൊക്കെ അടുത്തുണ്ടായിട്ട് കൂടി 10 രൂപ 11 രൂപ ഒരു ലിറ്ററുമേ വ്യത്യാസമുണ്ട്. ഇവിടെ ഇത്രയും ആൾട്ടിറ്റ്യൂഡ്, നഹാൻ 4000 അടി ഉയരത്തിലും ഷിംല 7432 അടി ഉയരത്തിലുമുള്ള ഷിംലയിലും ഇതേ വില തന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇതും ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. നഹാനിൽ നിന്ന് ഷിംലയ്ക്ക് വെറും 135 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എങ്കിലും റോഡ് പർവ്വതനിരകളിലൂടെ ആയ കാരണം അത്ര സ്പീഡിലൊന്നും പോകാൻ സാധിക്കുന്നില്ല. സംഗതി റോട്ടിലധികം വാഹനങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അധികം വാഹനങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല പ്രകൃതി രമണീയമായ നല്ല ചെറിയ തണുത്ത കാറ്റേറ്റ് ഈ യാത്ര എന്നിരുന്നാലും ഈ യാത്ര 35 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്കിലും വൺ വേ ആയ കാരണം വളരെ പതുക്കെയാണ് പോകാൻ പറ്റുന്നത്. ഇവിടെ ഒരു മയിൽക്കുറ്റി കണ്ടു, അതുമേ 131 കിലോമീറ്ററും കൂടി ഉണ്ട് ഷിംലയ്ക്ക് എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ഈ പോകുന്ന റോഡ് നാഷണൽ ഹൈവേ 907A എന്നാണ് അറിയപ്പെടുന്നത്. NH7 ഒരു ശാഖ കൂടിയാണ് ഈ റോഡ്. ഹിമാചൽ പ്രദേശിലെ ഒരു ചെറിയ പട്ടണമാണ് നഹാൻ. സിർമൗർ ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഈ നഹാൻ പട്ടണം. നഹാൻ ടൗൺ ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രത്യേകിച്ച് കുറച്ച് കാണാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അതിൽ ഒരു ഫോസിൽ പാർക്കുണ്ട്. സുഗേതി ഫോസിൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നഹാനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ നഹാനിൽ നിന്ന് 2-3 റൂട്ടുണ്ട് ഷിംലയ്ക്ക്. ഞാൻ ഒരുവിധം യാത്രാ സൗകര്യം, അതായത് കിലോമീറ്റർ കുറവുള്ള ഒരു റോഡാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഈ നഹാനിൽ നിന്ന് നഹാൻ, കുമർഹട്ടി, സോളൻ, ഷിംല ഈ റൂട്ടിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. മറ്റു വേറെ 2 റൂട്ടും കൂടിയുണ്ട്. അവിടെയൊക്കെ ഒത്തിരി മഴയൊക്കെ ആയ കാരണം ഈ പർവ്വതനിരകളൊക്കെ ഹിമാലയൻ പർവ്വതനിരകൾക്ക് ഉറപ്പില്ലാത്ത പർവ്വതനിരകളായ കാരണം ലാൻഡ് സ്ലൈഡിങ്ങിനൊക്കെ സാഹചര്യം കൂടുതലായ കാരണമാണ് ഈ പാത തിരഞ്ഞെടുത്തത്. മറ്റൊരു റൂട്ട് നഹാൻ, സിർമൂർ, ചെയിൽ, ഷിംല റൂട്ടാണ്. അത് ഈ ചെയിൽ റൂട്ട് വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ളൊരു റൂട്ടാണ്. കൂടുതലും പർവ്വതനിരകളിലൂടെ ചെറിയ പ്രദേശവും ചെറിയ പട്ടണങ്ങളും വനങ്ങളും ആപ്പിൾ തോട്ടങ്ങളും കണ്ട് അതിലൂടെ ഭയങ്കര രസകരമായൊരു യാത്രയാണ്. പക്ഷേ അപകടവും പതിയിരിക്കുന്നുണ്ട്. ഈ പാതയിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വാഹനങ്ങളൊന്നും തന്നെ പോകുന്നില്ല. അപ്പോൾ ആ ഭാഗത്ത് കൂടെ തീരെ യാത്രയുണ്ടാവില്ല എന്ന കാരണത്തിലാണ് ഈ പാത തിരഞ്ഞെടുത്തത്. ഇത് തന്നെ ഒരു വനപ്രദേശത്ത് കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഷിംലയെ പറ്റി പറയുകയാണെങ്കിൽ ഷിംല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ്. കൊളോണിയൽ നിർമ്മിതികൾ, ബ്രിട്ടീഷുകാർ പണിത നിർമ്മിതികളും അതുപോലെ തന്നെ അതിൻ്റേതായ ആകർഷണങ്ങളും ഷിംല വളരെയധികം സഞ്ചാരികൾക്ക് ആകർഷകമാകുന്ന രീതിയിലും കാലാവസ്ഥയും അതുപോലെ നല്ല കാലാവസ്ഥയുമാണ് ഷിംലയ്ക്ക്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലമാണ്. ഈ സമയം യാത്ര അത്ര അനുയോജ്യമല്ല. പക്ഷേ എൻ്റെ യാത്ര ഈ സമയത്തായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുണ്ട്. എനിക്ക് ലഡാക്ക് കർത്തുങ്ല പാസ് വഴി പോകേണ്ടതുള്ളതുകൊണ്ട് ആ കർത്തുങ്ല പാസ് തുറക്കുന്ന സമയം ഈ മാസങ്ങളിലാണ്.
അവിടെ ചിലപ്പോൾ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ മഞ്ഞുവീഴ്ച ആരംഭിച്ചാൽ കർത്തുങ്കല പാസ് അടയ്ക്കും. അപ്പോൾ നമ്മുടെ ഈ യാത്രയിലുള്ള മെയിൻ ഡെസ്റ്റിനേഷൻ കാണാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ മാസങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ യാത്രയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യാത്രയിൽ എൻ്റെ 13ാമത്തെ സംസ്ഥാനത്തിലേക്കാണ് എൻ്റെ യാത്ര കടന്നിരിക്കുന്നത്, ഹിമാചൽ പ്രദേശിലേക്ക്. ഈ 13 സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനം കവർ ചെയ്തുകൊണ്ടാണ് ഞാൻ യാത്ര ആരംഭിച്ചത്. അതുകൊണ്ട് ഈ 13ാമത്തെ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിംല സമുദ്രനിരപ്പിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 7467 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വേനൽക്കാല തലസ്ഥാനം കൂടിയായിരുന്നു ഈ ഷിംല. മറ്റേ സമ്മർ സീസണിലുള്ള തലസ്ഥാനം കൽക്കട്ടയുമായിരുന്നു. ഇവിടെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായ ബ്രിട്ടീഷുകാർ തന്നെ നിർമ്മിച്ച കൽക്ക ഷിംല റെയിൽവേ സ്റ്റേഷൻ, ഒരു ലൈനുണ്ട്, റെയിൽവേ ലൈൻ, ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഷിംലയിൽ മൗണ്ടൻ ബൈക്ക് റേസ്, അതുപോലെ തന്നെ പ്രകൃതിദത്ത ഐസ് സ്കേറ്റിങ്ങിനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. അതും ടൂറിസ്റ്റുകളെ ഒത്തിരി ആകർഷിക്കുന്ന ഒരു വിനോദ പരിപാടി കൂടിയാണ്. ഷിംലയിൽ വിദ്യാഭ്യാസ നിരക്ക്, ഹിമാചൽ പ്രദേശിൽ മൊത്തത്തിൽ വിദ്യാഭ്യാസ നിരക്ക് നല്ല വിദ്യാഭ്യാസം 85-90% വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ്. ഷിംലയിൽ നിരവധി കോളേജുകളും ഗവേഷണ സ്ഥാപനങ്ങളും മറ്റനവധി റെസിഡൻഷ്യൽ സ്കൂളുകളും ഷിംലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം കൂടിയാണ്. ഷിംലയുടെ പേര് 2018 ശ്യാമള എന്നാക്കി മാറ്റാൻ അന്നത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ പൊതുജനങ്ങളുടെ എതിർപ്പ് കാരണം മാറ്റാൻ സാധിച്ചില്ല. ഭദ്രകാളിയുടെ അവതാരമായ ശ്യാമളാദേവിയുടെ പേരിലുള്ള ദേവതയുടെ പേരിലാണ് ഈ പ്രദേശം ഷിംല എന്നറിയപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പേരുമാറ്റം ഉദ്ദേശിച്ചത്. പക്ഷേ നടപ്പിലാക്കാൻ സാധിച്ചില്ല. ഷിംലയിൽ ഞാൻ നേരത്തെ കാലാവസ്ഥ പറഞ്ഞ പോലെ തന്നെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞുകാലമാണ്. അപ്പോൾ വളരെയധികം പ്രകൃതി രമണീയവുമാണ്. ഇവിടെ സ്നോഫോളും മറ്റും ഉണ്ടാകും. ഈ മലമ്പ്രദേശത്ത് കൂടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓടിക്കാൻ. സംഗതി എതിർവശത്തുനിന്ന് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ശ്രദ്ധ വേണം. ഒരു സൈഡ് നല്ല താഴ്ന്ന പ്രദേശവും മറ്റു സൈഡ് കുന്നിൻമുകളുമായ കാരണം ആ ശ്രദ്ധയോടുകൂടിയുള്ള അധികം സ്പീഡില്ലാതെയുള്ള ഒരു യാത്രയായിരിക്കും ആര് യാത്ര ചെയ്താലും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറവും തോറും നമുക്ക് ഉറക്കം വരുന്നത് പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നുണ്ട്. ഷിംലയിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഒത്തിരി വലിയ വലിയ ഷോപ്പുകളും അതുപോലെ ഹോട്ടലുകളും ഉണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അവരവരുടെ പോക്കറ്റിൻ്റെ കനത്തിന് ഉതകുന്ന വിധത്തിലുള്ള എല്ലാവിധ ഹോട്ടലുകളും ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായത്. വലിയ ഹോട്ടൽ മുതൽ ചെറിയ ടെൻറ്റ് വരെ കിട്ടുന്ന താഴ്വാരങ്ങളുണ്ട് ഷിംലയിൽ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ടെൻ്റ് ഉണ്ടെങ്കിൽ ടെൻ്റ് അടിക്കാൻ സൗകര്യമുള്ള ഒത്തിരി താഴ്വാരങ്ങൾ ഷിംലയുടെ പല ഭാഗത്തും എനിക്ക് കാണാനിടയായി. എനിക്കൊരു കൂട്ടൊന്നും അധികം കിട്ടിയില്ല, മൊത്തത്തിൽ മഴയായ കാരണം ആരെയും കിട്ടിയില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ ടെൻ്റ് അടിച്ചത്. ഇവിടെ നിന്ന് നല്ല അപ്പുറത്ത് ഞാൻ വന്ന റോഡിൻ്റെ ആ സൈഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം സമയമായിട്ടില്ല, 12 മണിയോട് അടുക്കുന്നുള്ളൂ. എങ്കിലും നല്ല കോടയൊക്കെയുള്ള മഴക്കാരുണ്ട്. കോടയൊക്കെയുള്ള കാരണം കറക്റ്റ് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ബ്രാൻഡ് തുണിത്തരങ്ങളും തദ്ദേശീയമായ തുണിത്തരങ്ങളും എല്ലാം കിട്ടുന്ന ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് താഴ്വാരത്തിലേക്ക് കുറച്ചൊന്ന് ഞാൻ റെസ്റ്റ് എടുത്ത് നിന്ന് അവിടെ നിന്ന് കണ്ട് റെസ്റ്റ് എടുത്ത് മുഖം ഒന്ന് കഴുകാൻ നിർത്തിയതാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് യാത്ര തുടങ്ങാം.
മഴയൊക്കെ തൊട്ട് മുമ്പ് പെയ്ത് പോയതിൻ്റേതായ ലക്ഷണങ്ങളുണ്ട്. ഇങ്ങോട്ട് വരുന്നവർ റെയിൻ കോട്ട് ഇട്ടിട്ടാണ് ഓരോരുത്തർ വരുന്നത്. ഇവിടെയൊക്കെ റോഡിൽ നല്ലപോലെ വെള്ളവുമുണ്ട്. അതുകൊണ്ട് അധികം സ്പീഡിൽ പോകാനോ ഈ ടേണിങ്ങിൽ നമ്മൾ നല്ല കിടത്തിച്ചെരിച്ച് വണ്ടി ഓടിച്ചാലോ നമ്മൾ സ്കിഡ് ചെയ്ത് വീഴാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് മലമ്പ്രദേശത്ത് നല്ല രസകരമായ ടേണിങ്ങിലൂടെ ബൈക്കൊക്കെ നമുക്കങ്ങനെ ഓടിക്കാൻ തോന്നും. പക്ഷേ അപകടം പതിയിരിക്കുന്ന മലഞ്ചെരിവുകളാണിത്. ഷിംലയിലെ മാൾ റോഡിനെ പറ്റി പറഞ്ഞു. അത് മൊത്തത്തിലൊരു കളർഫുള്ളാണ്. നല്ല നല്ല കടകളും അതുപോലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടിയാണത്. അവിടെ നിന്ന് പിന്നെ കുറച്ച് മുകളിലോട്ട് കയറിയാൽ ജാക്കു ക്ഷേത്രവും ആ ജാക്കു മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഹനുമാൻ ക്ഷേത്രമാണ്. വലിയൊരു ഹനുമാൻ്റെ പ്രതിമയെല്ലാം അവിടെയുണ്ട്. മാൾ റോഡിൽ നിന്ന് കുറച്ചും കൂടി ഇത് സ്റ്റെപ്പായി കയറി വേണം മുകളിലെത്താൻ. ക്രൈസ്റ്റ് ചർച്ചിൽ എന്ന് പറഞ്ഞ ഒരു ചർച്ചുമുണ്ട്. പുരാതന ചർച്ചാണത്. ക്രൈസ്റ്റ് ചർച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ്. ഈ മനോഹരമായ ചെറിയ ഒരു പള്ളിയാണത്. ഇങ്ങനെ നിരവധി പ്രദേശങ്ങളും അതുപോലെ തന്നെ നമ്മളെല്ലാം ഈ പോസ്റ്റ് കാർഡൊക്കെ പണ്ട് മേടിക്കുമ്പോൾ അതിൽ കണ്ടിട്ടുണ്ട്. ഷിംലയുടെ പടം വരുമ്പോൾ ചെറിയ ചെറിയ വീടുകൾ, നിർമ്മിതികൾ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്. അത് ഈ താഴ്വാരത്തിൻ്റെ താഴത്തിൽ നിന്ന് പല മടക്കുകളിൽ പണിതു വെച്ചിരിക്കുന്ന പോലെയുള്ള സിനിക് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഈ മലമുകളിൽ നിന്ന് ദൃശ്യമാവും. അതും ഒരു പ്രത്യേകതയാണ് മാൾ റോട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഷിംലയിൽ ചെന്നിട്ട് കണ്ടിട്ട് പറയാം. ഇതൊക്കെയാണ് ഞാൻ അവിടെ ഏകദേശം റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് ഷിംലയിൽ സ്റ്റേ ചെയ്ത് നാളെ ഇവിടെ നിന്ന് വീണ്ടും എനിക്ക് ഷിംലയിൽ നിന്ന് നേരെ പത്താൻകോട്ടിലേക്ക് പഞ്ചാബിൻ്റെ അതിർത്തിയിൽ വന്ന് അവിടെ നിന്ന് ജമ്മുവിലേക്ക് പോകണം. ഇതാണ് എൻ്റെ റൂട്ട് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജമ്മുവിൽ നിന്ന് കാർഗിൽ കൂടി വീണ്ടും എനിക്ക് ലഡാക്ക് പോകണം. ഇതാണ് എൻ്റെ റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഷിംലയിൽ ചെന്ന് ബാക്കിയുള്ളതെല്ലാം നേരിട്ട് കണ്ട് നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വഴിയിലെല്ലാം വലിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൗണുകളും പിന്നെ മലഞ്ചെരിവുകളും എല്ലാം കൂടി വളരെ പ്രകൃതി അനുഗ്രഹീതമായ ഈ സ്ഥലത്തേക്കൂടെ യാത്ര ചെയ്യാൻ പറ്റിയത് തന്നെ നമ്മുടെ സൗഭാഗ്യമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ഷിംലയ്ക്ക്. എനിക്ക് ഏകദേശം ഒരു 12 മണിയോടുകൂടി ഷിംലയിൽ എത്താൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഷിംലയിൽ നഗരത്തോടടുക്കും തോറും നമുക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല കോടയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഷിംലയിൽ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ മെറിറ്റ് എന്നാണ് അതിൻ്റെ പേര്. നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാണ്. ഹോട്ടലെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇതൊരു ഷിംലയിലെ തന്നെ ഒരു ചെറിയൊരു ഷിംല എത്തുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ചെറിയൊരു ടൗണാണ്. ഈ ഷിംല ഉൾപ്പെടെ ഹിമാചൽ പ്രധാന ഒരു നാണ്യവിളയാണ് ആപ്പിൾ. നമ്മൾ ജമ്മു കാശ്മീർ കഴിഞ്ഞ ഏറ്റവും അധികം ആപ്പിൾ വിളവെടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ്. 3500 കോടി രൂപയുടെ ആപ്പിളാണ് ഇവിടെ ഉൽപ്പാദനമെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ വേറെ പല വിധത്തിലുള്ള ഫ്രൂട്ട്സ് കൃഷിയും ഇവിടെയുണ്ട്. അതിൻ്റെ ഭൂരിഭാഗവും 85% ആപ്പിൾ കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. ആപ്രിക്കോട്ട്, ചെറി, പീച്ച്, പിയേഴ്സ്, പ്ലം, സ്ട്രോബെറി എല്ലാം ഈ ഹിമാചൽ പ്രദേശിലും ഷിംലയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഈ മഴ സീസണിൽ ഞാൻ പോയ കാരണം ഇതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്കതൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഷിംലയിലെ വിശേഷങ്ങളുമായി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. വീണ്ടും ഈ യാത്ര തുടങ്ങാം. ഈ സിറ്റി കഴിഞ്ഞാൽ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ വീണ്ടും കടക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഷിംല സിറ്റിയും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and